ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ തേങ്ങാച്ചോറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള നോക്കാം. കുക്കർ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി അതുപോലെ തന്നെ വലിയ ജീരകം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവ ഒന്ന് പൊട്ടി വരണം. വലിയ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് ഉലുവ കറക്കാൻ പാടില്ല കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം 2.5 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഒരു സെല്ല റൈസാണ്, അത് 1 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത്, ഉപ്പ് പാകമാണോ എന്നുള്ളത് നോക്കിയതിൻ്റെ ശേഷം നമുക്ക് കുക്കർ അടച്ച് ഒറ്റ വിസിൽ മതിയാകും കേട്ടോ. ഒറ്റ വിസിലിന് തന്നെ നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. വിസിൽ മുഴുവൻ പോവാൻ നിൽക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം വെക്കുക. എന്നിട്ട് നമ്മൾ വിസിലൊക്കെ കളഞ്ഞെടുക്കുക. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. ഇത് ചിക്കൻ കറീൻ്റെ കൂടെ, ബീഫ് കറീൻ്റെ കൂടെ, അതുപോലെ തന്നെ മട്ടൻ കറീൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരാം. താങ്ക്